പ്രജിത, ഈ കഴിഞ്ഞ ദിവസം പാലക്കാട് ഹെഡ്ഗേവാർ എന്ന RSS നേതാവിൻ്റെ കോലം കത്തിക്കുമ്പോൾ പോലീസ് അനധികൃതമായി ഇടപെട്ടു, പോലീസിൽ അതിന് എന്ത് കാര്യം എന്ന് ചോദിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം പാലക്കാടിൻ്റെ യുവ MLA ചോദിച്ചിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ ആ ഹെഡ്ഗേവാറിൻ്റെ പ്രതിമ സ്ഥാപിക്കുന്നതിൻ്റെ പിന്നിലുണ്ടായ ആ സംഭവം എന്താണെന്ന് ചുരുക്കി പറയാം. അതായത് ഹെഡ്ഗേവാറിൻ്റെ ഒരു പേരിൽ ഒരു നൈപുണ്യ കേന്ദ്രം ദിവ്യാംഗന്മാർക്കായി, അതായത് ഭിന്നശേഷിക്കാരെ ഇപ്പൊ അങ്ങനെയാണല്ലോ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ അവർക്കായി പാലക്കാട് നഗരസഭ ആരംഭിക്കുന്നതാണ്. അപ്പോൾ ആ കേന്ദ്രത്തിന് ഹെഡ്ഗേവാറിന്റെ RSS സ്ഥാപക നേതാവായിട്ടുള്ള ഹെഡ്ഗേവാറിന്റെ പേരിടുകയാണ്. അതിൽ പ്രതിഷേധിച്ചിട്ടാണ് കോൺഗ്രസും DYFIയും പോയിട്ട് അതിന്റെ ശിലാഫലകം, ആദ്യം DYFIക്കാർ പോയി അതിന്റെ ശിലാഫലകമൊക്കെ അടിച്ചു തകർത്തു. സ്വാഭാവികമായിട്ടും ഹെഡ്ഗേവാർ എന്ന് കേൾക്കുമ്പോൾ അവർക്ക് ഹാലിളകുമല്ലോ. അപ്പൊ അവര് പോയി അത് തകർത്തു. പിന്നാലെ കോൺഗ്രസ് എത്തുന്നു. കോൺഗ്രസ് എത്തുന്നതിന് മുമ്പേ അവരവിടെ പോകും, അത് തകർക്കുമെന്നൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട്. അപ്പോ മാങ്കൂട്ടത്തിൽ പറയുന്നത് ഒരൊറ്റ സ്വാതന്ത്ര്യ സമര സേനാനി ഇല്ല RSSന്റെ കൂട്ടത്തിൽ നിന്ന്, അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞ അങ്ങ് പറയുകയാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് BJP ആണ്. അപ്പോ നമ്മുടെ ഈ നാട്ടിൽ ഇന്ന ആൾക്കാരുടെ പേര് മാത്രമേ ഇതിനൊക്കെ ഇടാവൂ എന്ന് ആരാണ് നിഷ്കർഷിച്ചിരിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ ഒരു നാട് മുഴുവൻ ഭരിക്കുന്നത് ഇപ്പോ ഇവർ ഈ കുടുംബാസൂത്രണ പാർട്ടി എന്നൊക്കെ പറഞ്ഞിരുന്ന BJP ആയിരുന്നു. ഇന്നിപ്പോ ഈ പറയുന്നത് പോലെ അവിടെ ഇവിടെയൊക്കെ കോൺഗ്രസ് ഉണ്ട്, CPM എവിടെയൊക്കെയോ ഉണ്ട്, ഇങ്ങേയറ്റത്ത് ഈ കേരളത്തിലും ഉണ്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലെ, അതായത് ഞാൻ കുറച്ച് കാണുകയല്ല, നമ്മൾ അഹങ്കാരം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചുറ്റും നടക്കുന്നതെന്നും നമ്മൾ കാണാതെ പോകും. നമുക്ക് പ്രവർത്തിക്കാനുള്ള ശേഷി കുറയും, കണ്ണിൽ അന്ധകാരം കയറും. അപ്പോ അന്ന് കുടുംബാസൂത്രണ പാർട്ടി എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചിരുന്ന BJP ഗ്രൗണ്ട് വർക്കിലൂടെ ഇന്ന് വീണ്ടും മൂന്നാം തവണയും ഭരണത്തിൽ. RSSന്റെ കഴിവാണത്. RSSന്റെ കഴിവ് മാത്രമല്ലെന്നേ, RSS ഉണ്ട്, RSS തന്നെയാണ് നട്ടല്ലേ, ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. അതിനെ രണ്ടായിട്ട് കാണാൻ പറ്റുമെന്നൊക്കെ പലരും പറയുമ്പോഴേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ BJP പ്രവർത്തകരുടെ വലിയൊരു പങ്കുണ്ട്. RSS കണ്ട് മാത്രം BJPയിലേക്ക് വന്നവരല്ല എല്ലാവരും അങ്ങനെയല്ല. കണ്ട് BJPയിലേക്ക് വന്നതല്ല, BJP എന്ന പാർട്ടിക്ക് ബാക്ക് ബോണായി നിന്ന്, അതായത് ത്രിപുരയിൽ ഭരണം തിരിച്ചു പിടിച്ചത്, CPMന്റെ കയ്യിൽ നിന്ന് ഭരണം തിരിച്ചു പിടിച്ചത്, ബംഗാളിൽ ഈ പറയുന്ന രീതിയിൽ മമതയുടെ കയ്യിൽ നിന്ന് എപ്പോ വേണമെങ്കിലും പോകാം, പ്രതിപക്ഷത്ത് അവരിയ്ക്കുന്ന എപ്പോഴും വേണം BJP. ഇത്തവണയും RSS ഇറങ്ങിയില്ലെങ്കിൽ ചില സംസ്ഥാനങ്ങൾ കിട്ടില്ലായിരുന്നു. അത് പറയുമ്പോൾ RSS ഒന്ന് ബാക്ക് ഫുട്ട് എടുത്തത് കൊണ്ടാണ് നരേന്ദ്രമോദിയുടെ സർക്കാരിന് ഇപ്പൊ സീറ്റ് കുറഞ്ഞു പോയത്. ബീഹാറിലെ ആന്ധ്രയിലൊക്കെ പിൻബലം ഞാൻ പറഞ്ഞല്ലോ, അതില് RSSകാർ മാത്രമല്ല BJPയിലുള്ളത്. അല്ല, അത് സംഭവിച്ചു. ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത് എങ്ങനെയാണ്? അങ്ങനെയല്ല, ബാക്ക് ബോൺ എന്ന് പറയുന്ന RSS തന്നെ. ബാക്ക് ബോൺ അതല്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞത് RSSകാർ മാത്രമല്ല BJPയിലുള്ളത്. RSS ഇറങ്ങിയത് കൊണ്ടാണ് ഇത്തവണ പോയ പല സ്റ്റേറ്റുകളും പിടിക്കാൻ കഴിഞ്ഞത് പോലും അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് നാഗ്പൂരിൽ മോദി പോയതും ഭാഗവതിനെ കാണാൻ ഇടയായതും. അപ്പോ അതങ്ങനെ നിൽക്കുന്നു. ഈ പറയുന്ന RSSന്റെ ഒരു ബാക്ക് ബോൺ ഇല്ലാതെ, ഞാൻ പറഞ്ഞല്ലോ RSS ബാക്ക് ബോൺ ആണ്, RSSന്റെ ബാക്ക് ബോൺ ഇല്ലാതെ ഇത് നടക്കില്ല. അപ്പോൾ പിന്നെ മോദി പോയതും നാഗ്പൂർ പോയതുമൊക്കെ RSSന്റെ ഒരു എന്താ പറയാ, ഇത്തവണ തുണച്ചത് കൊണ്ട് അതിനുള്ള ഒരു ഉപകാര സ്മരണ കൂടിയാണ് മോദിയുടെ രണ്ടാമത് ഉള്ള RSS കേന്ദ്രത്തിലേക്കുള്ള പോക്ക് കൂടിയുള്ളത്. അപ്പൊ ഈ പറയുന്ന മലബാർ കലാപം അത് ആരും മറന്നു കാണില്ല. അതായത് 1921 മലബാർ കലാപത്തിൽ ആദ്യം തിരികൊളുത്തിയത് ആരാണ്? വാര്യംകുന്നനാണ്. ഈ വാര്യംകുന്നനെ പുണ്യാളനാക്കി ചിത്രീകരിക്കുന്ന ഒരു സമൂഹമാണ് ഇപ്പോഴിവിടെ ഉള്ളത്. മലപ്പുറത്ത് ടൗൺ ഹാളിന്റെ പേര് വാര്യംകുന്നൻ എന്നാണ്. ആ ടൗൺ ഹാള് പോയി അടിച്ചു തകർക്കാനായിട്ട് ഇവിടെയുള്ള ഇടത് വലത് മുന്നണികളുടെ ഈ കുട്ടി നേതാക്കൾക്ക് പറ്റുമോ? പിന്നെ ഇവര് അതെ പിന്നെ ഈ പറയുന്ന ഹെഡ്ഗേവാറിന് ഇവര് പറയുന്നുണ്ടല്ലോ, ഹെഡ്ഗേവാർ ഒരു മുമ്പ്, അതായത് 1925 സെപ്റ്റംബർ 27 വിജയദശമി ദിവസമാണ് മഹാരാഷ്ട്രയിൽ നാഗ്പൂരിനടുത്ത് അദ്ദേഹം രാഷ്ട്രീയ സ്വയം സേവക സംഘം
രൂപീകരിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് അദ്ദേഹം പഠനമൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ ഹെഡ്ഗേവാർ ബാലഗംഗാധര തിലകന്റെ പ്രവർത്തനങ്ങളിലൊക്കെ കൂടുതൽ ആകർഷണനാവുകയും അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ രാഷ്ട്രീയ മണ്ഡൽ ഇവയുടെയൊക്കെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങളിലൊക്കെ വ്യാപൃതനാവുകയും കൂടി ചെയ്തിട്ടുള്ള ഒരാളാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അതിനുശേഷം തിലകന്റെ മരണശേഷം ഗാന്ധിജി കോൺഗ്രസ് നേതൃത്വത്തിലേക്കൊക്കെ എത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നിസ്സഹകരണ പ്രസ്ഥാനം ഖിലാഫത്ത് പ്രസ്ഥാനത്തിനൊപ്പം നടത്താനുള്ള മഹാത്മാഗാന്ധിയുടെ തീരുമാനത്തേക്ക് ഹെഡ്ഗേവാർ എതിർത്തുവെങ്കിലും സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങൾ അദ്ദേഹം തുടർന്നു എന്നാണ് ഡാറ്റാസ് ആണ് ഈ പറയുന്നത് കേട്ടോ. എന്റെ മാത്രമായിട്ടുള്ള ഒരു അഭിപ്രായമല്ല. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ട് 1921 ഓഗസ്റ്റ് 19 മുതൽ 1922 ജൂലൈ 12 വരെ അദ്ദേഹം ജയിലിൽ അടയ്ക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള ഒരാളാണ്, കോൺഗ്രസിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. അതിനുശേഷം അദ്ദേഹം 25 രാഷ്ട്രീയ സ്വയം സേവക സംഘം രൂപീകരിച്ചതോടുകൂടി ഇവർക്ക് ഇത്രയ്ക്കും അറയ്ക്കപ്പെട്ടവനായി പോയി. അല്ല, ഇതിൽ കോൺഗ്രസ് ഇത് എതിർക്കുന്നത് മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്ന നാഥുറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന RSSകാരനായതുകൊണ്ട് അങ്ങനെയാണ് RSSനോടുള്ള അവരുടെ വിരോധം. ഈ പറയുന്ന പോലെ ബി ജെ പി എന്ന് പറഞ്ഞ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ഒരു സ്റ്റേറ്റ്മെന്റിലാണ് അവർ ഈ പറയുന്ന CPM വരെ വോട്ട് പിടിച്ചു കൊടുത്ത് കോൺഗ്രസിന് ഇല്ലാതാക്കാൻ നടക്കുകയാണ്. അപ്പൊ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഇത് മറ്റൊന്നുമല്ല. എനിക്ക് തോന്നിയത് ഇത് ഈ പറയുന്ന പോലെ പാലക്കാട് മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് BJPയുടെ കയ്യിലിരിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ പ്രജിത ചോദിച്ചു വാര്യംകുന്നിന്റെ അദ്ദേഹത്തിന്റെ പേരിൽ ഇപ്പൊ അവിടെ സ്മാരകമോ അങ്ങനെ എന്തോ ഉണ്ടല്ലോ. അപ്പോൾ ഈ പറയുന്ന ഹെഡ്ഗേവാർ എന്ന് പറയുന്ന RSS എന്ന് പറയുന്നത് BJPയുടെയും CPMന്റെയും വർജിക്കപ്പെട്ട പാർട്ടിയാണ്. ഇപ്പം ഈ രാഷ്ട്രീയ സ്വയം സേവക് സംഘം, അതെ, ഇതൊക്കെ ഈ കാണുന്ന തുള്ളല് മുഴുവനും ഇവിടെയല്ലേ നടക്കുള്ളൂ. തീർച്ചയായിട്ടും ഈ സ്റ്റേറ്റ് വിട്ട് അപ്പുറത്തേക്ക് നടക്കില്ല. മഹാരാഷ്ട്രയിൽ പോയി കാണിക്കാൻ പറ്റുമോ? അപ്പോൾ ഈ പറയുന്ന ആൾക്കാരെ നമ്മളൊന്ന് ഓർക്കണം. ഈ പറയുന്ന ആളുകളെ എല്ലാവരും തന്നെ ഈ നെഹ്റു കുടുംബത്തിന്റെ ഒരു ആധിപത്യം ഉണ്ടല്ലോ ഇപ്പോഴും നിലനിൽക്കുന്നത്. നെഹ്റു കുടുംബത്തിന്റെ ആധിപത്യത്തിൽ അടുക്കള ഭരണത്തിലൂടെയും നിലനിൽപ്പ് തന്നെ അങ്ങനെയാണ്. ഈ കേരള നേതാക്കളുടെയൊക്കെ നിലനിൽപ്പ് ഈ പറയുന്ന അടുക്കള ഭരണത്തിലൂടെയാണ്, അല്ലാതെ ഒന്നുമല്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പോയിട്ട് എന്തിനാണ് ഈ മാതിരി പ്രകടനം കാണിക്കുന്നത്? ഇത് ശരിക്കും ഏരിയ പിടിക്കാൻ വേണ്ടി ഇതിന് ഏരിയ പിടുത്തം എന്നാണ് പറയുന്നത്. കാര്യം ഇതിന് ഏരിയ പിടുത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാലക്കാട് ഇപ്പോ BJPയുടെ മറ്റൊരു കാര്യം ചേട്ടൻ നോക്കിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയ ഒരു കാര്യമായിരിക്കാം, തെറ്റാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ബാക്കി നേതാക്കൾ എല്ലാവരും ഉണ്ട്. VT ബൽറാം അടക്കമുള്ളവരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലും അതിന് മുന്നേയും ഒക്കെ പല കാര്യങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു ഇടപെടൽ അത് കുറച്ച് ധാർഷ്ട്യം കലർന്നതാണ്. അല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് അദ്ദേഹം ഇപ്പോൾ പാലക്കാടത്തെ പുതിയ MLA ആണ്. പുതിയ MLA ആവും. അദ്ദേഹം പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് മാത്രം അങ്ങനെ ഒരു നേതാവായി എന്ന് നിങ്ങൾ കാണണ്ട, ഞാൻ സമരവാര്യം. ഇപ്പൊ നമ്മൾ ചാനലിലെ പോലീസുകാരോട് തർക്കിക്കുന്ന കണ്ടില്ലേ? അദ്ദേഹം ഇതിനെ എന്താണ് ആക്കിയെന്നറിയോ? നിങ്ങൾക്കത് മനസ്സിലായില്ല. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശ്രമം CPM സർക്കാർ, CPMന്റെ പോലീസ് ഈ ഹെഡ്ഗേവാറിന്റെ പ്രതിമ നശിപ്പിക്കുന്നതിന് എന്തിന് ഇവരെ എതിർക്കുന്നു എന്നാണ്. CPM അപ്പോൾ ഹെഡ്ഗേവാറിന്റെ ആദർശത്തോട് അല്ലെങ്കിൽ അതിനെ ചെയ്യുന്നതിനോട് എന്തിനു യോജിക്കുന്നു? പോലീസ് എന്ന് പറയുമ്പോൾ സർക്കാരാണ്. സർക്കാർ എന്തിന് തടയുന്നു? തല്ലിപ്പൊട്ടിക്കട്ടെ. അപ്പൊ സർക്കാരിന് RSS പ്രേമമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള CPMന്റെ അല്ലെങ്കിൽ CPMന്റെ ഒരു രാഷ്ട്രീയ RSS ബന്ധം വീണ്ടും സ്ഥാപിച്ചെടുക്കാൻ അവരങ്ങനെ ഒരു അന്തർധാര ഉണ്ട്. അതാണ് ഇവിടെ. പിന്നെ DYFI വന്ന് ചെയ്തതെന്ന് അദ്ദേഹം അത് വലിയ കാര്യമായിട്ടൊന്നും അവർ കാണുന്നില്ല. DYFI വൈകിയാണ് വന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. പാലക്കാട് ഒന്നാമത് തമ്മിലടിച്ച് 7 കീറാറ്റ് നിൽക്കുന്ന CPM ആണ്. അപ്പൊ എനിക്ക് മനസ്സിലായത്, ഇപ്പം പ്രജിത ചോദിച്ചു മറ്റുള്ളവർ ആരെല്ലാം അവിടെ ഉണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടം ഇടപെട്ടില്ലെന്ന് വെച്ചാൽ, രാഹുൽ മാങ്കൂട്ടം എന്ന യുവ നേതാവിന് സർക്കാരിനെതിരെ കിട്ടുന്ന സർക്കാരിനെതിരെ ഇപ്പൊ അദ്ദേഹം പുത്തനച്ചി പുറപ്പുറം തൂക്കും എന്നൊക്കെ പറയുന്നത് ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. കാരണം അദ്ദേഹത്തിന് ഈ ഒരു കാര്യത്തിലെ നിലപാട് മാത്രമല്ല ഞാൻ പറഞ്ഞത്. അദ്ദേഹം സഭയിലുമൊക്കെ നമ്മൾ പറയേണ്ടത് പറയണ്ടെന്നല്ല പറയുന്നത്. പക്ഷെ ചില സമയങ്ങളിലുള്ള നിലപാടുകളുണ്ടല്ലോ അത് ഒരു അതിക്രമിച്ചു പോകുന്നു എന്നുള്ള രീതിയിൽ എനിക്ക് പലപ്പോഴും തോന്നുന്നു. മുതിർന്ന നേതാക്കൾക്കുള്ള ഒരു ബഹുമാനം അദ്ദേഹം കൊടുക്കുന്നില്ല. മുതിർന്ന നേതാക്കൾ നമ്മളുടെ മുമ്പിൽ നിൽക്കുന്നത് നമ്മുടെ രാഷ്ട്രീയ എതിരാളിയായിരിക്കാം. പക്ഷേ നമ്മൾ എപ്പോഴും അത് നമ്മുടെ
മുൻഗാമികൾ കാണിച്ചു തന്ന ഒരു വഴിയുണ്ട്. നമ്മൾക്ക് ആക്രമിക്കാം രാഷ്ട്രീയപരമായിട്ട്, പക്ഷെ അവിടെയും ഒരു ബഹുമാനം കൊടുത്തുകൊണ്ട് നമ്മൾ ആക്രമിക്കുമ്പോൾ നമ്മുടെ വില ഉയരുകയാണ്. തീർച്ചയായിട്ടും രാഷ്ട്രീയ ബഹുമാനം എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അത് അതി പറയുന്ന രാഹുൽ മാങ്കൂട്ടം സഭയില് ശരിയാണ്, അത് വളരെ കറക്റ്റായിട്ട് എനിക്കും തോന്നിയിട്ടുണ്ട്. കാര്യം ഇപ്പൊ കഴിഞ്ഞ ദിവസം ബിന്ദു എന്ന നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ റെഡിയാക്കി. പിണറായി വിജയനെ ഈ പറയുന്ന നോക്കുമ്പോൾ ഇരുന്ന് കൈയടിച്ച് ഡെസ്കിൽ കൈയടിച്ച് സംസാരിക്കുന്ന സിദ്ദിഖ്, ഇദ്ദേഹത്തിന്റെ തൊട്ടടുത്ത സിദ്ദിഖ്, വയനാട് MLA സിദ്ദിഖൊക്കെ പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ട് അവർ പറയുന്നില്ല? ഇപ്പോൾ ഇദ്ദേഹത്തിനെ ഇറക്കി, ഇദ്ദേഹം എന്താ പറയുക, അദ്ദേഹം പുത്തനച്ചി പുറപ്പുറം തൂക്കുമെന്ന് പറഞ്ഞാൽ സഭയിലൊക്കെ വന്നു, സമരങ്ങളിലൂടെ വന്നു. സ്വന്തം നാട്ടിൽ നിന്നെങ്കിൽ തോറ്റുപോയനെ പാലക്കാട് കൊണ്ടുവന്ന് ജയിപ്പിച്ചു. ശരി, അനുകൂലമായിരുന്നു. ഏതായാലും ആ ധാർഷ്ട്യം, അതൊരു ബഹുമാനമുണ്ട്, രാഷ്ട്രീയ ബഹുമാനം. പിണറായി വിജയനെയൊക്കെ വളരെ നിസ്സാരമായിട്ടൊക്കെയാണ് അദ്ദേഹം കളിയാക്കിയിട്ടുള്ളത്. ആവട്ടെ, അതെ, അത് തന്നെയാണ് മറ്റേ എന്താ പറയാ രാഹുൽ ഗാന്ധി മോദിയോടും കാണിക്കുന്നത്. അദ്ദേഹം ഇപ്പോഴത്തെ ചില യങ്സ്റ്റേഴ്സിന് അങ്ങനെ ഒരു ധാരണയുണ്ട്. അവർ ഈ പറയുന്ന പോലെ യങ് ബ്ലഡിന്റെ ഒരു ഇത് ഇച്ചിരി സീനിയർ ആയിട്ടുള്ളവരെ ബഹുമാനിക്കാൻ ഒരു ചെറിയ വിഷയമുണ്ട്. അത് നമ്മൾ കാര്യമൊക്കെ. എന്തായാലും രാഹുൽ മാങ്കൂട്ടം ഇത് സർക്കാരിനെതിരെ തിരിക്കാനായിരുന്നു ഈ കണ്ട ബഹളമെല്ലാം ഉണ്ടാക്കിയത്. ഇപ്പൊ ഹെഡ്ഗേവാറിന്റെ, ഇപ്പൊ ഞാനൊരു സംശയം ചോദിക്കട്ടെ, ഇതൊരു മുനിസിപ്പാലിറ്റിയിൽ ഹെഡ്ഗേവാറിന്റെ ഒരു പ്രതിമ വെക്കാൻ നോക്കിയത് ആണ്, ശരി, സമ്മതിച്ചു. RSSന്റെ ഒരു ശാഖയിലോ അല്ലെങ്കിൽ അവരുടെ തന്നെ ഒരു സ്വകാര്യ സ്ഥലത്തോ ഇത് വെക്കുന്നതിനോട് ആരും എതിർക്കില്ലല്ലോ. പിന്നെ ഇത് വെക്കാനെന്ന് പറഞ്ഞാല്, ഞാൻ ചോദിക്കട്ടെ, നെഹ്റു കുടുംബത്തിലെ എത്ര പേരുടെ പേരിൽ എന്തെല്ലാം സ്ഥാപനങ്ങൾ ഉണ്ടല്ലോ, എന്തെല്ലാം ഉണ്ട്. ഒരു സ്ഥാപനത്തിന്റെ ഇവരപ്പോഴും ഭയക്കുന്നുണ്ട്. ഒരു സ്ഥാപനത്തിന് അല്ലെങ്കിൽ ഒരു കാര്യത്തിന് ഒരാളുടെ പേരിട്ടു എന്ന്, ഒരു രാഷ്ട്രീയ എതിരാളിയുടെ പേരിട്ടു എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ അത് സ്ഥാപിക്കപ്പെടുന്നത്. ഞാൻ ചോദിക്കട്ടെ, നഗരസഭാ ഭരണം ഒരാളും കാലം മാറിയാൽ ചിലപ്പോൾ ഇതെല്ലാം അവിടെ പൊടിയും, വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തണം, ഇവർക്ക് വീണ്ടും ഭരണം പിടിക്കാം, ഒരുപാട് കാര്യങ്ങൾ അതിൽ കിടപ്പുണ്ട്. ഒരു കാര്യം ഉണ്ടായപ്പോഴേക്കും ഇല്ലാത്ത വയ്യാവേലി എന്ന് പറയുന്നത് പോലെ ഒരു ഇല്ലാത്ത ഒരു കഥ മെനഞ്ഞെടുക്കാനാണ് അവിടെ രാഹുൽ ശ്രമിച്ചത്. ഏതായാലും സർക്കാരിനെ പഴിചാരാൻ ശ്രമിച്ചു. RSS എന്ന് കേട്ടപ്പോൾ യങ് ബ്ലഡ് അങ്ങ് അവര് പറയുന്ന പോലെ തിളച്ചു. കോൺഗ്രസിന്റെ വിരോധം, അത് CPM-നില്ല, സർക്കാർ പിന്തുണച്ചു എന്നൊക്കെ ഒരു കഥ ഉണ്ടാക്കി നോക്കി. എന്തായാലും പാലക്കാട് അവർ പറഞ്ഞിട്ടുണ്ട്, നഗരസഭ പറഞ്ഞിട്ടുണ്ട്, ആ പേര് തന്നെ വരും ദിവസങ്ങളിൽ തർക്കമുണ്ടാകാൻ സാധ്യത.